ഹായ് നമസ്കാരം. ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ട് ഹോട്ടൽ സ്റ്റൈലിലുള്ള ഒരു ചിക്കൻ കുറുമയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കറി നമുക്ക് ശരിക്കും ചപ്പാത്തി, പൊറോട്ട, അതുപോലെ തന്നെ അപ്പത്തിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും സൈഡ് ഡിഷായിട്ട് ബിരിയാണി, ഗീ റൈസിൻ്റെ കൂടെ ഒക്കെ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലോട്ട് 1.5 ടേബിൾ സ്പൂണിനടുത്ത് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയോ വെജിറ്റബിൾ ഓയിലോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. കൂടെ തന്നെ ഒരു മീഡിയം സൈസായിട്ടുള്ള സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒത്തിരി കനം കുറഞ്ഞിട്ടൊന്നും അരിഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല, കാരണം നമുക്കിതൊന്ന് അരച്ചെടുക്കാനുള്ളതാണ്. ഇതിലോട്ടേക്ക് ഒരു 3 വെളുത്തുള്ളിയും അതുപോലെ തന്നെ അത്യാവശ്യം വലിയ സൈസ് ഒരു ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ മുഴുവനായിട്ട് പൊട്ടുകടലയാണ് ചേർത്ത് കൊടുക്കുന്നത്. പൊട്ടുകടലയ്ക്ക് പകരം നിങ്ങൾക്ക് കശുവണ്ടി പരിപ്പായിട്ട് ഏകദേശം ഒരു 6-7 എണ്ണൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ ഈ ഒരു പൊട്ടുകടല ചേർക്കുമ്പോൾ കറിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ആ വഴറ്റുന്ന സമയത്ത് തന്നെ നമുക്കൊരു ഇത്തിരി ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ സവാള വഴറ്റുന്ന സമയത്ത് ഒത്തിരി ബ്രൗൺ കളറാകുന്ന വരെയൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് കിട്ടിയാൽ മാത്രം മതി. സവാളയൊക്കെ വഴണ്ട് പാകമായി വന്നതിന് ശേഷം ഇതിലോട്ടേക്ക് ഒരു ചെറിയ തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. വളരെ ചെറിയൊന്നും മാത്രമേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. കൂടെ തന്നെ നമുക്ക് ഇതിനകത്തോട്ടേക്ക് 2 ടീസ്പൂൺ മുഴുവനായിട്ട് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മല്ലിപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു പച്ചമണം മാറി വരുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ച് തക്കാളി നല്ലതുപോലെ നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുള്ളത്. ഇനി കംപ്ലീറ്റ് ആയിട്ട് ചൂടാറണം. ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലോട്ടേക്ക് നമുക്കൊരു 1/4 കപ്പ് അളവിൽ, ഞാനിപ്പോൾ തേങ്ങ പൊടിയായിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് പകരം നല്ല ഫ്രഷ് ആയിട്ടുള്ള ചിരകിയ തേങ്ങ ചേർക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലത്. ഒരു 3-4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. കൂടുതലായിട്ട് നമ്മൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ഇത്തിരി വെള്ളം ചേർത്തിട്ട് ഒന്ന് അരച്ചെടുത്താൽ മതി. നല്ല പേസ്റ്റ് പോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതേ പാനിനകത്തോട്ടേക്ക് തന്നെ നമുക്കൊരു 1.5 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ആ എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലോട്ടേക്ക് നമ്മൾ സാധാരണ ചേർത്ത് കൊടുക്കുന്ന ബേ ലീഫ്, അതുപോലെ തന്നെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. എല്ലാം വളരെ കുറച്ച് 2 എണ്ണൊക്കെ വെച്ച് ചേർത്ത് കൊടുത്താൽ മതി. അതിൻ്റെ കൂടെ ഞാനൊരു 1/4 ടീസ്പൂൺ വലിയ ജീരകം, പെരുംജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പച്ചമുളകാണ്. അപ്പോൾ ഒരു 3 എണ്ണേ ചേർക്കുന്നുള്ളൂ. കുറുമയാണ്, അപ്പോൾ ഒത്തിരി എരിവിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. ഇനി ഇതിലോട്ട് നല്ല കനം കുറഞ്ഞ് അരിഞ്ഞിട്ടുള്ള സവാള, അത്യാവശ്യം വലിയൊരു സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആവശ്യാനുസരണം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള വഴറ്റിയെടുക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒന്ന് സോഫ്റ്റായിട്ട് വരുന്ന രീതിയിലൊന്ന് വഴണ്ട് കിട്ടിയാൽ മതി. എന്നിട്ട് ഫ്ലെയിം കുറച്ചിട്ട് ഒരു 1/4 ടീസ്പൂൺ തുടങ്ങി 1/2 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണം മാറി വരുന്ന രീതിയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കാം. പിന്നീട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നല്ല ചൂടുള്ള വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക. അതുപോലെ ഉപ്പൊക്കെ നോക്കിയിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ കറി നന്നായിട്ട് തിളപ്പിച്ചിട്ട് എണ്ണ തെളിഞ്ഞ് വരണം. ഈ മസാലയിൽ നിന്ന് കുറച്ച് എണ്ണ തെളിഞ്ഞ് വരുന്ന ഒരു പാകമാകുമ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 കിലോ ചിക്കൻ വെച്ചിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇതിലോട്ടേക്ക് വളരെ കുറച്ചൊരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി ഒത്തിരി അങ്ങ് വേണ്ട. കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ചെറുനാരങ്ങയുടെ നീര്. ഇനി ഒരു ചെറിയ തക്കാളിയുടെ പകുതി ഭാഗം മാത്രം എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ തക്കാളി ചേർത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ചെറിയ തക്കാളിയുടെ പകുതി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഉപ്പൊക്കെ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. അതുപോലെ വെള്ളം നോക്കിയിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. നല്ല ചൂടുള്ള വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അതല്ലെങ്കിൽ ആ മസാലയുടെയൊക്കെ ടേസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് നഷ്ടപ്പെടും. ഇനി അടച്ചു വെച്ചിട്ട് ചിക്കൻ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. നന്നായിട്ട് തിള വന്ന് പാകമായതിന് ശേഷം ഒരു ഇത്തിരി സമയം കൂടി നമ്മൾ അടച്ചു വെക്കാതെ കുക്ക് ചെയ്യുക. അപ്പോൾ ഒന്നുകൂടി ഈ കറി ഒന്ന് കുറുകി കിട്ടും. നല്ല ഒരു ചിക്കൻ കുറുമ എന്ന് പറയുമ്പോൾ തന്നെ നല്ല കുറുകിയിട്ടുള്ള ഒരു കറിയാണ്. ഇതിലോട്ട് കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുക. ഇതിന് നല്ല ടേസ്റ്റ് കൊടുക്കുന്നതിന് വേണ്ടി ഞാനൊരു ഇത്തിരി സവാള ഒന്ന് ഫ്രൈ ചെയ്ത് ചേർത്തിട്ടുള്ളതാണ്. ചെറിയുള്ളിയാണ് കേട്ടോ. ചെറിയുള്ളി ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തതാണ് ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൂടി ചേർക്കുകയാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടുതലാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളിയായിട്ടുള്ള ശരിക്കും ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന അതേ ഫ്ലേവറിൽ നമുക്ക് കിട്ടും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ലൊരു വെറൈറ്റി ഡിഷായി കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.